ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു സ്റ്റീം അയൺ ബോക്സ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ മേടിച്ച് വെച്ചിട്ട് ഒരു 4 വർഷത്തോളമായി. ഇതുവരെ അൺബോക്സ് പോലും ചെയ്യാതെ അവിടെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു അൺബോക്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ അയൺ ബോക്സ് എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ഇത് സെറ്റാക്കിയിട്ട് പുതുതായിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണിത് നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് മൈക്കിൻ്റെ ബ്രാൻഡാണ്. ഇത് 1000 വോൾട്ടേജാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വാങ്ങിയിട്ടൊരു 4 ഇയേഴ്സോളമായി. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഇതുവരെ ഞാൻ അൺബോക്സ് പോലും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാനിത് ഇന്നെൻ്റെ ഇവിടെ സ്റ്റുഡിയോയിലൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഇതിലൊരു വാട്ടർ ക്യാനാണ് ഇതുപോലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് മെറ്റീരിയൽസൊക്കെ വരുന്നുണ്ട്. ഇത് കണക്ട് ചെയ്യാനുള്ള മെറ്റീരിയൽസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ വാട്ടർ ക്യാനാണ് ആദ്യം തന്നെ വരുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ അയൺ ബോക്സ് ആണ്. നമ്മുടെ സ്റ്റീമാണ്. ഇവിടെ നമുക്ക് സ്റ്റീം കണക്ട് ചെയ്യാനുള്ള ഒരു പാർട്ടൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ അയൺ ബോക്സിന് വേണ്ടിയിട്ടുള്ളൊരു ട്രേ വരുന്നുണ്ട്. ഇതുപോലെ ഇതിൽ വെക്കാനായിട്ട് ഒരു ട്രേ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ വെക്കാനായിട്ട്. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ അയൺ ബോക്സിൽ ഇതേപോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. ഇത് ഇതിൻ്റെ താഴെ കണക്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് കൂടാതെ ഞാൻ എക്സ്ട്രാ ഒരു സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അയൺ ബോക്സിൻ്റെ താഴെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഷൂ ആണ് വരുന്നത്. മറ്റേതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് മെറ്റീരിയൽസ് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇതേപോലൊരു കവറിൽ കുറച്ച് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വയറും അതേപോലെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇതേപോലെ ഈ ഒരു പാർട്ട് നമ്മൾ എടുത്ത് വെക്കാം. അതിനുശേഷം ജസ്റ്റ് ഇതിങ്ങനെ സെപ്പറേറ്റ് ആണ് വരിക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ട്, അതിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് ഈ ഒരു ക്യാനിൻ്റെ താഴെയുള്ള ഈ ഒരു പൈപ്പിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ അയൺ ബോക്സിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടുകയാണ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ അയൺ ബോക്സിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ ഹാങ് ചെയ്തിടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വാട്ടർ ലെവലൊക്കെ നോക്കിയിട്ട് നമുക്കിതിൽ വെള്ളം നിറച്ച് കൊടുക്കാം. വെള്ളം നിറച്ച് കൊടുത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ച് കഴിഞ്ഞാൽ പൈപ്പ് പോലെ തന്നെ നമുക്കിത് തിരിച്ച് ഓൺ ചെയ്യും ഓഫ് ചെയ്യും ചെയ്യാം. അപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം ഡയറക്റ്റായിട്ട് നമ്മളുടെ അയൺ ബോക്സിൻ്റെ അകത്തേക്ക് വരികയാണ് ചെയ്യുക. പിന്നെ ഈ ഒരു അയൺ ബോക്സ് ഇതിനാവശ്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ട് സ്റ്റീം എടുക്കുകയാണ് ചെയ്യുക. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ആദ്യം ഇതൊന്ന് ഇതിൻ്റെ ക്യാപ്പും ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഹാങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് എവിടെയാണോ ഹാങ് ചെയ്യാൻ പറ്റുക അതിനനുസരിച്ചൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഓക്കെ, ജസ്റ്റ് ഒന്ന്
ഹാങ് ചെയ്ത് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ വയർ ഇതേപോലെ ഇതിലേക്കും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റീം വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടാണ് സ്റ്റീം എടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഒരു ഫൂട്ട് ഉണ്ടാവും, നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ പകരം ഇതും യൂസ് ചെയ്യാം. ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ഇതിലാണ് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കലും ഈ ഒരു ഭാഗത്ത് കീപ്പ് ചെയ്യാതെ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഞാനിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 1 ലിറ്ററാണ് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെയും ഒരു ബട്ടൺ ഉണ്ട്, നമുക്ക് ഓൺ ഓഫ് ഒക്കെ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഇതിൻ്റെ സ്റ്റീം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വാങ്ങിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റീമറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര നേരത്തെ ക്ലോത്തും അധികം സ്ട്രെയിൻ ഇല്ലാതെ അയൺ ചെയ്തെടുക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ബീഡ്സും സ്റ്റോൺസൊക്കെ വരുന്ന മെറ്റീരിയൽസൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റീമാണ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ലൊരു അയണിങ് ആണ് ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അപ്പോൾ നമുക്ക് എപ്പോഴാണോ സ്റ്റീം ആവശ്യം ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. ഉണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് സ്റ്റീം റിലീസാവും. പിന്നെ ഈ ഒരു സ്റ്റീം എന്ന് പറയുന്നത് ഭയങ്കര ചൂടുള്ള സ്റ്റീമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നും ഇതാവാതെ ശ്രദ്ധിച്ച് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. ഓക്കെ, പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് സ്റ്റീം പുറത്ത് വരും. നമുക്ക് നല്ല രീതിയിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അയൺ ചെയ്തെടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കാം. ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ഇറങ്ങില്ല. നമുക്ക് ആവശ്യമുണ്ടാകുന്ന സമയത്ത് മാത്രം ഇത് തുറന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റീം അയൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ മാക്സിമം അതൊരു ക്ലാസ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് വരാം.